ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാവില്ല, ഇന്ന് വിഷു. എല്ലാവർക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളാവട്ടെ ഇനിയെന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി വിഷു ആശംസകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ ദിവസം എന്ത് സന്തോഷമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് എർത്ത് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. എർത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ പെൻറ്റക്കിളിൻ്റെ എനർജിയാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ്, അതായത് നിങ്ങൾക്ക് ആദ്യത്തെ സന്തോഷ വാർത്തയാണ്. പഠിക്കുക, പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുക, പഠിക്കുന്നതിലൂടെ ജോലി നേടുക, ജോലി നേടുന്നതിലൂടെ സാമ്പത്തിക വരുമാനം നിങ്ങൾക്ക് വർദ്ധിച്ചു വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങളിവിടെ എന്തോ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഇവിടെ വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത്. എർത്ത് എന്ന് പറയുമ്പോൾ പെൻറ്റക്കിളാണ്. പെൻറ്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വിർഗോ, ക്യാപ്രിക്കോൺ എനർജി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്ന. ജോലി നോക്കിയിരിക്കുന്നവർക്ക്, അതുപോലെ PSC ടെസ്റ്റുകളൊക്കെ എഴുതിയിരിക്കുന്നവർക്ക്, അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂസിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ അതിനായിട്ട് ശ്രമിക്കുക, അതിനായിട്ട് ജോലി നോക്കിയിരിക്കുന്നവർക്ക് ഒക്കെയും ഒരു സന്തോഷ വാർത്ത വരുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അതാണ് അവിടെ. അപ്പോൾ നിങ്ങളിവിടെ പഠിക്കുന്നുണ്ടായിരിക്കും, വളരെയധികം ആവേശത്തോടു കൂടി നോക്കിയിരിക്കുന്നുണ്ടാവാം. അതിനായിട്ട് നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സന്തോഷ വാർത്ത വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അടുത്തായിട്ട് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. നമ്പർ 11 ആണ്. കണ്ടല്ലേ, ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്നു, അബണ്ടൻസിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ അബണ്ടൻസിലാണ്. അതുപോലെ പ്രശ്നങ്ങളെ മറികടക്കാൻ നിങ്ങളിവിടെ ശ്രമിക്കുന്നു. അതിന് നിങ്ങളെ കൊണ്ട് ഇന്നൊരു ദിവസം കഴിയുന്നു എന്നുള്ളത് ഇവിടെ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. കണ്ടില്ലേ, ഇവിടെ വളരെയധികം ധൈര്യത്തോടുകൂടി, വളരെയധികം സ്ട്രെങ്ത് സംഭരിച്ച്, അതുപോലെ തന്നെ പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഏതൊരു പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു. അതുപോലെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു. പ്രശ്നങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ശരി, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനും അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു. അതിന് തക്കതായ ഒരു കറേജിലേക്കാണ് നിങ്ങളിപ്പോൾ ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു. അതുപോലെ ഏഞ്ചലിന്റെ മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ധാരാളമായി നിങ്ങളിലേക്ക് ലഭിക്കുന്നു ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട്. ഇൻഫിനിറ്റി സിമ്പലാണ് ഇത്, കണ്ടില്ലേ. ഇത് അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പറാണ് 11 എന്നുള്ള നമ്പർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. 111 കാണുന്നുണ്ടായിരിക്കാം. അതുപോലെ ഇതൊക്കെ നിങ്ങളിലേക്ക് നല്ലൊരു ബ്ലെസ്സിങ് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ നല്ല ചില കാര്യങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിന് സന്തോഷകരമായ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 9 ഓഫ് ഫയർ ആണ്. കണ്ടില്ലേ, ഇവിടെ 9 ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന പോലെയാണ് ഇവിടെ കാണുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾക്കിവിടെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. 9 വാൻസിന്റെ എനർജിയാണ്. വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നാൽ തന്നെയും അത് നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇത് വല്ലാത്തൊരു ആവേശത്തോടുകൂടി നിങ്ങൾ ചില കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചില വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയും നിങ്ങൾ അതിനെ ആവേശം കൊള്ളുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിലൂടെ വൺസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. അപ്പോൾ ഈ ഒരു ആവേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലതുപോലെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട്.
അപ്പോൾ ഇതാണ് നിങ്ങളിലേക്ക് ചിലപ്പോൾ വന്നു ചേരാൻ പോകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം, നിങ്ങളിത് നോക്കി നിൽക്കുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്കിവിടെ നല്ലതുപോലെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 2 ഓഫ് ഫയർ ആണ്. 2 ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം, രണ്ടുപേർ കൂടി ചേർന്നിട്ട് എന്തെങ്കിലും കാര്യം നേടണമെന്ന് നിങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കൂടുതലായിട്ട് വാൺസിന്റെ എനർജി വന്നിട്ടുണ്ട്. വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ല ആവേശത്തോടുകൂടി നിങ്ങൾ പല കാര്യങ്ങളും നോക്കിയിരിക്കുന്നുണ്ടാവണം. അതുപോലെ തന്നെ നല്ല കോൺഫിഡൻസ് കിട്ടുന്ന ഒരു സമയമാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ പ്രിപ്പയർ ചെയ്ത്, അതുപോലെ തന്നെ നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകണം എന്ന് ചില കാര്യങ്ങളിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ നോക്കിയിരിക്കുന്ന കാര്യം, നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ധാരാളമായി ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് മജീഷ്യന്റെ എനർജിയാണ്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ എന്തിനാണ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇവിടെ കംപ്ലീറ്റ് ആകുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്തിനു വേണ്ടിയാണ്? സാമ്പത്തികത്തിന് വേണ്ടിയാണോ, പ്രണയത്തിന് വേണ്ടിയാണോ, അതുപോലെ മറ്റു പല കാര്യങ്ങൾക്ക് ബുദ്ധിപൂർവ്വം നിങ്ങൾ ആലോചിക്കുന്ന എന്ത് കാര്യത്തിന് വേണ്ടിയാണോ അതിവിടെ നിങ്ങൾക്ക് സാധ്യമായി കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്പർ 1 ആണ് മജീഷ്യൻ. അപ്പോൾ പുതിയൊരു തുടക്കം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നു. നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് പല കാര്യങ്ങൾക്കും തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ നേരത്തെ തന്നെ ചിലപ്പോൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്കിവിടെ സന്തോഷകരമായ എനർജിയാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ സന്തോഷകരമായ റിസൾട്ടാണ് നിങ്ങൾക്കിപ്പോൾ ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്ന ഏത് കാര്യത്തിലും ചിലപ്പോൾ യാത്ര ചെയ്യാം, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം, അതിനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവാം നേരത്തെ. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളിലേക്ക് പുതിയതായിട്ട് തുടക്കം കുറിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി ആയിരിക്കണം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ തുടങ്ങുന്നത്. അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം വരും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഇൻഫിനിറ്റി സിമ്പലാണ്. അനന്തമായ സാധ്യതകൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു, അനന്തമായ ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാവുന്നു എന്നുള്ളതാണ് കാണുന്നത്. സെവൻ ഓഫ് എയറിന്റെ എനർജിയാണ്. 7 ഓഫ് സോഡിന്റെ എനർജി. അതായത് ശ്രദ്ധമായി ഇന്നത്തെ ദിവസം നിങ്ങൾ ഇരിക്കാൻ പാടില്ല, എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴാണ് വരുന്നത് എന്നറിയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം. നിങ്ങളിൽ തന്നെ നിങ്ങളോട് തന്നെ ശ്രദ്ധ കാണിക്കുക, നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചുറ്റുപാടും നല്ലതുപോലെ വീക്ഷിക്കുകയും വേണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെ ചീറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ചീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും ആവാം, സാമ്പത്തികമാവാം, മറ്റ് സ്നേഹം നടിക്കാം, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും ആവാം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെയധികം നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ചെയ്യുന്ന ജോലികൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇന്നിവിടെ പറയുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് വാട്ടർ ആണ് വന്നിരിക്കുന്നത്. അതായത് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. കപ്പ് എന്ന് പറയുമ്പോൾ കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അത് ഇവിടെ നിങ്ങളിലേക്ക് ഒരുപാട് റൊമാൻസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആരെയെങ്കിലും ഇവിടെ നോക്കിയിരിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾ നോക്കിയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്നേഹം 10 മടങ്ങ് വർദ്ധിച്ച് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി അതുമല്ല എങ്കിൽ ആരെങ്കിലും മെസ്സേജ് അയക്കാൻ നിങ്ങൾ
നോക്കിയിരിക്കുന്നെങ്കിൽ അവരുടെ മെസ്സേജ്, അവരുടെ കോൾ ഒക്കെയും നിങ്ങൾക്കിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ദൂരെ നിന്ന് നിങ്ങളിലേക്ക് നല്ല ഒരു എനർജി വരുന്നു, അതായത് റൊമാൻസിന്റെ എനർജിയാണ് നിങ്ങളിലേക്ക് ഇന്ന് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരാം. അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാം. ചിലപ്പോൾ മാരേജ് പ്രൊപ്പോസലൊക്കെ ഇന്ന് ലഭിക്കാം. അതുപോലെ അല്ലെങ്കിൽ ആരെയെങ്കിലും നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് എങ്കിൽ നോ കോണ്ടാക്ട് അവസ്ഥയിലായിട്ടുണ്ടോ, ചിലപ്പോൾ അവർ നിങ്ങളിലേക്ക് വന്നു ചേരാം. എന്നിട്ട് മുന്നോട്ടൊരു സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് 4 ഓഫ് ഫയറിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 4 ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ 4 ഓഫ് വാൻസ്. ഇന്ന് ഒരുപാട് സന്തോഷത്തിനുള്ള ദിവസമാണ്. 11 കണ്ടില്ലേ, ഞാൻ നേരത്തെ തന്നെ ചോദിച്ചു നിങ്ങൾക്ക് 11 കാണുന്നവരുണ്ടോ എന്നപ്പോൾ ഒരുപാട് പേർ ഇവിടെ 11 നമ്പർ കാണുന്നവരുണ്ടായിരിക്കണം. ജീവിതത്തിൽ ഒരു സ്ഥിരതയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതുപോലെയുള്ള ചില എനർജീസ് വരുന്നതായിട്ടും ഒരുപാട് സന്തോഷത്തിലേക്കുള്ള എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന ദിവസം നിങ്ങൾക്ക് ഒരുപാട് പേർക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ദിവസമാണെന്നാണ് കാണുന്നത്. ഇന്ന് ചിലപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറാം. അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾക്കിന്ന് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കൂട്ടുകൂടി പരസ്പരം സന്തോഷിക്കുകയും അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കളുടെ വീടുകളിൽ പോകുന്നതാവാം, അതുപോലെ ചിലപ്പോൾ വിവാഹത്തിനൊക്കെ പോകുന്നതാവാം, ഏതെങ്കിലും പാർട്ടികളിൽ പോയി ഒരുപാട് സന്തോഷിക്കുന്ന എനർജിയും ആവാം. അങ്ങനെ ഇവിടെ എൻജോയ്മെന്റിന്റെ തന്നെ എനർജിയാണ്, അതുപോലെ തന്നെ സെലിബ്രേഷന്റെ എനർജിയാണ്, ഐശ്വര്യത്തിൻ്റെതായ സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നും കാണുന്നുണ്ട്. അടുത്തതായി നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സൺ എനർജിയാണ്. കണ്ടില്ലേ, സണ്ണും ഇവിടെ തുടക്കമാണ് വരാൻ പോകുന്നത്. കണ്ടില്ലേ, ഇവിടെ മജിഷ്യന്റെ എനർജി അത് തന്നെ. ഇവിടെ നിങ്ങൾക്ക് 11 നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്. 1 + 9 10 അല്ലേ. 10 എന്ന് പറയുമ്പോൾ 1ന്റെ എനർജിയാണ് നിങ്ങൾക്ക് നേരത്തെ വന്നിട്ടുണ്ട്. മജിഷ്യന്റെ നമ്പർ 1 ആയിരുന്നു. അതുപോലെ തന്നെ നേരത്തെ തന്നെ നിങ്ങൾക്ക് സ്ട്രെങ്ത് കാർഡ് 11 നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 11 പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഒരു നമ്പർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് പലരും ഇത് കാണുന്നുണ്ടായിരിക്കാം. നല്ല ദൈവാനുഗ്രഹത്തിൻ്റെതായ ദിവസമാണ് ഇന്നെന്ന് കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. പല കാര്യങ്ങളിലും സക്സസ് ആണ് വരാൻ പോകുന്നത്. നിങ്ങളെ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന സമയമാകാം, അല്ലെങ്കിൽ പുകഴ്ത്തുന്ന സമയമാകാം, സമ്മാനങ്ങൾ തരുന്ന സമയവും ആകാം. പല സമ്മാനങ്ങൾ കിട്ടാനും പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് വെളിച്ചം കൊണ്ടുപോകാനും ഇരുളിലാണ്ട് കിടന്നിരുന്ന ചില ജീവിതത്തിൽ നിന്നും ചില പ്രശ്നങ്ങളിൽ നിന്നും സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയാതെ ഇരുന്ന ചില പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോകാനും സന്തോഷമായി ഇരിക്കാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് സണ്ണിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സൺ എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ്സിലേക്ക് പോകാനുള്ളതാണ്. ഹാപ്പിനെസ്, വിക്ടറി ഒക്കെയാണ് നിങ്ങൾക്കിന്ന് വരാൻ പോകുന്നത്. ഇവിടെ പ്രോസ്പെറിറ്റി, അബണ്ടൻസ് ഒക്കെ നിറഞ്ഞ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇന്ന് നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെയധികം സന്തോഷത്തിൻ്റെതായ ദിവസമാണെന്നാണ് കാണുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് ഫയറിൻ്റെതാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നു. നിങ്ങൾ ഒരുപാട് ആകർഷിക്കപ്പെടുന്ന സൗന്ദര്യത്തോടുകൂടി നിൽക്കുന്നു. അതുമല്ല എങ്കിൽ നിങ്ങളുടെ കഴിവിൽ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്നു. എന്തായാലും ഇവിടെ നിങ്ങൾ ഇന്നത്തെ ദിവസം ഷൈൻ ചെയ്യുന്ന ദിവസമാകാം. അതുപോലെ മറ്റുള്ളവരുടെ മുൻപന്തിയിൽ നിൽക്കാനുള്ള യോഗ്യത ഇന്ന് നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളത് പറയാം. അല്ല എങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതും പറയാം. അതുപോലെ പോസിറ്റീവായ ചില സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിന്ന് ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ് കൂടി ഒന്ന് നോക്കാവേ. ഹീലിംഗ് ആണ് നമുക്കിവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത്. ഹീലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? 3 + 6 9 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ഹീലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഒരുപാട് സന്തോഷകരമായ അവസ്ഥ, അതായത് മറ്റുള്ളവരുടെ സ്നേഹം, ഒത്തിരി പേരുടെ സ്നേഹം കിട്ടാനുള്ള എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക്.
മനസ്സിലായി. ഒരുപാട് പേര് നിങ്ങളെ ആകർഷിക്കുന്നു. ഇവിടെ മയിൽ പീലി വിടർത്തി നിൽക്കുന്ന കണ്ടില്ലേ? അപ്പൊ മയിലിനെ എവിടെ കണ്ടാലും നമ്മളൊന്ന് ശ്രദ്ധിക്കും അല്ലെ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കപ്പെടുന്നു. മനസ്സിലായി. അതുപോലെയുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നു ഗണപതി ഭഗവാന്റെ. അപ്പൊ ഈ ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു. നിങ്ങൾക്ക് അതുപോലെ തന്നെ സ്നേഹാദരവ് ലഭിക്കുന്നു. സ്നേഹാദരങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ദിവസമാണ് ഇന്ന് എന്ന് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി മാനസികമായ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഹീലിംഗ് നടക്കാൻ നിങ്ങൾക്ക് അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും ഇന്ന് മുക്തരാവാൻ സാധിക്കുന്നു. അതുപോലെ ചക്രാസൊക്കെ ആക്റ്റീവ് ആകുന്നുണ്ട്. ശാരീരികമായിട്ടും ധനപരമായിട്ടും, ശാരീരികമായ സൗഖ്യത്തിലും ധനപരമായ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പ്രോസ്പെറിറ്റിയാണ് വന്നിരിക്കുന്നത്, ഐശ്വര്യമാണ്. കണ്ടില്ലേ? ഇവിടെ ഇന്ന് നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണെന്നാണ് കാണുന്നത്. ഇവിടെ 4+5 9 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ 3+6 9 ആണ്. അപ്പോൾ 99 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? 99 കാണുന്നവരുണ്ടാവാം. ഇതൊക്കെ എന്താണ്? ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്നതിൻ്റെതായ ലക്ഷണങ്ങളാണ്. മാനസികമായ സന്തോഷം അനുഭവിക്കുന്നതിൻ്റെ നല്ല ലക്ഷണങ്ങളാണ്. ഇതൊക്കെ മുന്നോട്ടുള്ള വരവ് നിങ്ങൾക്ക് സന്തോഷം തരുന്നതായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള ദിവസങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഹോൾനെസ് ആണ്. 2+4 6 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ഇവിടെ സ്നേഹത്തിൻ്റെതാണ്. കണ്ടല്ലേ? ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത്. അവിടെ 6 എന്ന് പറയുമ്പോൾ നമ്പർ 6 സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം വരുന്നുണ്ട്. സിൻസിയർ ലവിൻ്റെ മാറ്റമാണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ആരിൽ നിന്നെങ്കിലുമൊക്കെ നിങ്ങൾക്കിന്ന് നിഷ്കളങ്കമായ സ്നേഹം ലഭിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവിടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ്, മറ്റു അപ്പർ 3 ചക്രാസ് ലോവർ 3 ചക്രാസ് ഒക്കെ ആക്റ്റീവ് ആവും. അപ്പോഴേക്കും നിങ്ങൾക്ക് സ്നേഹം ഒരുപാട് പേരിൽ നിന്നും ലഭിക്കുന്നതായിട്ടും മറ്റു ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷത്തിലിരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മുഴുവൻ ഹോൾനെസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മുഴുവനും ഏതാണ്ട് 7 ചക്രാസിൻ്റെയും കാര്യത്തിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും സ്നേഹം ഇങ്ങോട്ട് വാങ്ങിക്കാനും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് കൂടുതലായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ബ്ലെസ്സിങ്സ് ആണ്. കണ്ടില്ലേ? ദൈവാനുഗ്രഹമാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ 4+4 8 ആണ്. 8 എന്ന് പറയുമ്പോൾ അബണ്ടൻസിന്റെ നമ്പറാണ് അല്ലേ? ഇൻഫിനിറ്റി സിമ്പൽ അല്ല, ഇവിടെ 8 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 88 888 നേരത്തെ തന്നെയാണ് നമുക്കിവിടെ 8 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്നവരും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. പ്രത്യേകിച്ചും ഗണപതി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ പല കാര്യങ്ങളിലുമുള്ള തടസ്സങ്ങളൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. മുന്നോട്ടുള്ള വഴി തുറന്നു കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് ഏത് കാര്യത്തിന് നിങ്ങൾക്ക് ബ്ലോക്കാണോ, ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തുറക്കേണ്ടത്, ആ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നുണ്ടാവാം ഇന്നത്തെ ദിവസം. അങ്ങനെ ക്ലാരിറ്റി ലഭിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ വഴിയെ പോകാനാണ് എന്ന് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. അനുഗ്രഹത്തിന്റെ വഴിയെ പോകാനും നിങ്ങൾക്കിന്ന് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. അപ്പം ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.